ഹായ് ഗൈസ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമുക്കൊരു ചിക്കൻ കറി ഉണ്ടാക്കിയാലോ? ബിരിയാണി, ചോറ്, അപ്പം, ചപ്പാത്തി, പുട്ട് അങ്ങനെ എന്തിൻ്റെ കൂടെ വേണമെങ്കിലും കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി ചിക്കൻ കറിയാണെന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോണത്. അപ്പോൾ ഈ കറി തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ 2 കിലോ ചിക്കനാണ് എടുത്തേക്കണത്. ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കി നുറുക്കിയ ശേഷം നന്നായി കഴുകി വാരി വെള്ളം വാലാൻ വെച്ചതാണ്. ചിക്കൻ്റെ ലിവർ അടക്കം എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഞാനിതൊരു കുക്കറിലേക്ക് മാറ്റുകയാണ്. നിങ്ങളും കുക്കറിൽ കറി വെക്കണമെന്നില്ല കേട്ടോ. നിങ്ങളുടെ കയ്യിൽ ഏത് പാത്രമാണോ ഉള്ളതെന്ന് വെച്ചാൽ അതിൽ ഈ കറി തയ്യാറാക്കാം. ഞാനിനി എരിവിന് ആവശ്യമായ മുളക് പൊടി ഒരു 3 ടീസ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ ചിക്കൻ മസാലപ്പൊടി, 4 ടീസ്പൂൺ മല്ലിപ്പൊടി, ഇത്രയും ഇട്ട് ആവശ്യത്തിന് വേണ്ട ഉപ്പും കൂടി ഇട്ട് കൊടുത്ത ശേഷം 1/2 ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്ത് നമുക്ക് കൈ കൊണ്ടോ അതല്ലെങ്കിൽ ചട്ടകം കൊണ്ടോ നന്നായി ഇളക്കി മിക്സാക്കി ഒരു 4 വിസിൽ വരുന്നവരെ മൂടി വെച്ച് നമുക്ക് വേവിച്ചെടുക്കാം. 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ചാൽ മതിയാവും, കാരണം ചിക്കൻ വേവുമ്പോൾ അതിൽ നിന്ന് വെള്ളം ഇറങ്ങുമല്ലോ. ഇനി നമുക്ക് സവാളയും കുറച്ച് സാധനങ്ങളൊന്ന് വഴറ്റിയെടുക്കാനുണ്ട്. ചൂടായ വെളിച്ചെണ്ണയിലേക്ക് 1 ടീസ്പൂൺ കടുകിട്ട് പൊട്ടിച്ച ശേഷം ഒരു 20 വെളുത്തുള്ളി, ഒരു വലിയ കഷ്ണം ഇഞ്ചി നന്നായി ചതച്ചതിട്ട് അത്യാവശ്യം നല്ല ബ്രൗൺ കളറിലൊന്ന് മൂപ്പിച്ചെടുക്കണം. ഇനി ഇതിലേക്ക് 2 വലിയ സവാള നീളത്തിൽ കനം കുറച്ച് അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. 10 പച്ചമുളക് നടുകീറിയത് ഇട്ട് കൊടുക്കണം. ഈ മുളകിന് എരിവ് കുറവാട്ടോ. പിന്നെ കുറച്ച് ഉപ്പ്, സവാള ഒന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ടും കൂടി ഇട്ട ശേഷം നല്ല ബ്രൗൺ കളറിൽ നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ നമ്മുടെ സവാള വഴന്ന് വന്നിട്ടുണ്ട്, ഇത് മതിയാവും. ഇനി ഇതിലേക്ക് ഒരു 10 ഏലക്കായ തൊലിയോട് കൂടി തന്നെ നന്നായി ചതച്ചത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. കുറച്ച് വേപ്പിലയും കൂടി ഇട്ട് കൊടുത്ത ശേഷം നന്നായി വീണ്ടും ഒന്ന് മൂപ്പിച്ചെടുക്കുക. ഇനി നമുക്കിതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ചിക്കൻ കറി ഗ്രേവിയോട് കൂടി തന്നെ ഒഴിച്ചു കൊടുക്കണം. ഈ ചിക്കൻ കറി ഒഴിച്ചു കൊടുത്ത ശേഷം നന്നായി ഇളക്കി യോജിപ്പിച്ച് ഒന്ന് മൂടി വെച്ച് ഒരു 5 മിനിറ്റ് നേരം ചെറിയ തീയിലൊന്ന് തിളപ്പിച്ചെടുക്കണം കേട്ടോ. അതെന്തിനാന്ന് വെച്ചാൽ നമ്മൾ ഏലക്കാപ്പൊടിയും കറിവേപ്പിലൊക്കെ ഇട്ട് കൊടുത്തല്ലോ, അതിൻ്റെ ടേസ്റ്റ് അതിൽ പിടിക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ ഞാൻ 5 മിനിറ്റിന് ശേഷം മൂടി തുറന്നു. ഇപ്പോൾ നമ്മുടെ ചിക്കൻ കറി പാകമായിട്ടുണ്ട്. ആഹാ, എന്താ ഒരു മണം! ആ ചിക്കൻ്റെയും അതുപോലെ ഏലക്കയുടെയും വേപ്പിലയുടെ ഒക്കെ സൂപ്പർ മണം കേട്ടോ. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നാടൻ കോഴിയിലാണ് ഈ കറി തയ്യാറാക്കേണ്ടത്. അതാണ് ഏറ്റവും നല്ല ടേസ്റ്റ്. നിങ്ങളുടെ വീടുകളിൽ നാടൻ കോഴി ഉണ്ടെങ്കിൽ, അതുപോലെ നാടൻ കോഴി എവിടെയെങ്കിലും കിട്ടുകയാണെങ്കിൽ നിങ്ങൾ ഈ കറി തയ്യാറാക്കുമ്പോൾ നാടൻ കോഴിയിൽ തന്നെ തയ്യാറാക്കാൻ ശ്രദ്ധിക്കട്ടോ. ഇപ്പോൾ ബ്രോയിലർ ചിക്കനിൽ ടേസ്റ്റ് ഇല്ല എന്നല്ല കേട്ടോ പറയണത്, നല്ല അടിപൊളി ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ ഞാനിപ്പോൾ തീ ഓഫ് ചെയ്തു, ഉപ്പൊക്കെ പാകം എല്ലാം റെഡിയാണ്. അപ്പോൾ നിങ്ങളിതെന്തായാലും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്കും സബ്സ്ക്രൈബും ഷെയറും കമൻറ്റും ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയുമായി ഞാൻ വരാം. ബായ്.